ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആർക്കും അച്ഛനെ പറ്റി ഒരു അറിവുമില്ല. അച്ഛൻ സൗദിയിലായിരുന്നതോ അവിടെ നിന്ന് വിവാഹത്തിന് ശേഷം ഭാര്യ മരിച്ചതിന് ശേഷം അച്ഛനായ ആളാണെന്നോ അച്ഛൻ എവിടെയാണെന്നോ ഒന്നും ഒരു വിവരവുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമായി എന്നെ പറ്റി തന്നെ പരിചയപ്പെടുത്തും. ഞാൻ വിവാഹം കഴിച്ച ഒരു മനുഷ്യനാണ്. 1997 ഭാര്യ മരിച്ചു. ഞാനും ഭാര്യയും രണ്ടുപേരും ആഫ്രിക്കയിൽ കുറച്ച് നാൾ ജോലി ചെയ്തതിനു ശേഷം സൗദി അറേബ്യയിൽ വന്ന് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ റിയാദിലുള്ള സ്കൂളിൽ ഞങ്ങൾ ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഞാൻ സെന്റ് മേരീസ് കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ഓരോ ദിവസം അവിടെ ഒരു പ്രപ്പോസൽ വന്നു. പരിശുദ്ധ കുർബാന മിക്കവാറും എല്ലാ കൂട്ടായ്മകളും ഉണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മകളിൽ വേണമെങ്കിൽ തരാം, പക്ഷെ അതിനൊരു ലേ മിനിസ്റ്റർ വേണം. അപ്പോൾ സ്റ്റാൻലിയോട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഭാര്യ മരിച്ചു കഴിഞ്ഞു, 1997 മരിച്ചു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സ്റ്റാൻലി പറഞ്ഞു, സാറിന്റെ ഭാര്യയില്ല, മക്കളില്ല, വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, സാറിനെ വേണമെങ്കിൽ നമുക്ക് ലേ മിനിസ്റ്റർ ആക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ലേ മിനിസ്റ്റർ ആകാൻ. കാരണം അവിടെ മുത്താവായുണ്ട്, പോലീസുണ്ട്, പരങ്ങാനൊന്ന് പിടിച്ചാല് വലിയ അപകടമാണ്. അതുകൊണ്ട് ഞാൻ പുറകിരുന്നോളാം. ഞാൻ മടി പിടിച്ച പുറകോട്ട് മാറി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എന്നെ പ്രത്യേകമായി ക്ഷണിച്ച് സ്വപ്നത്തിലൂടെ കൽപ്പിച്ചതനുസരിച്ച് ഞാൻ അവസാനം സമ്മതിച്ചു, ലേ മിനിസ്റ്റർ ആകാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ അവിടെ ലേ മിനിസ്റ്ററായി കുർബാനയുടെ ശുശ്രൂഷ തുടങ്ങി. ഞങ്ങളുടെ കൂട്ടായ്മയില് അധികം ആളുകളുടെ കൂട്ടായ്മയല്ല, ചെറിയൊരു കൂട്ടായ്മ, 30-40 ആളുകൾ മാത്രമുള്ള ഒരു കൊച്ചു കൂട്ടായ്മ. അവിടെ ഞങ്ങൾ പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷ ആരംഭിച്ചു. പിന്നീട് എന്റെ വീട്ടില് പരിശുദ്ധ കുർബാന സ്ഥാപിക്കാനും തീരുമാനിച്ചു. എന്റെ വീട്ടില് ആരായുള്ള ഡിഫൻസ് മിനിസ്റ്ററി നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടില് ഞാൻ വീട് വാടകയ്ക്ക് അവിടെ ഒരു മുറിയിൽ ചാപ്പലാക്കി മാറ്റി അതിനകത്ത് പരിശുദ്ധ കുർബാന വെച്ച് അവിടെ ആരാധന തുടങ്ങി. എല്ലാ ദിവസവും രാത്രിയും അവരോടെ ആളുകൾ വരാൻ തുടങ്ങി. എനിക്ക് വലിയ ഭയമായിരുന്നു. കാരണം അത് ഡിഫൻസ് മിനിസ്റ്ററിയാണ്, അടുത്താണ്. അവിടെ പോലീസും പട്ടാളവും സ്പൈസും എല്ലാം എപ്പോഴും അങ്ങോട്ടും നടക്കുന്ന സ്ഥലമാണ്. എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പിടിച്ചാൽ അകത്തായി പോകും. അകത്തായി പോയാൽ പുറത്ത് ഒരു കാര്യം സംശയമാണ്. അങ്ങനെയുള്ള ഭയം ഉണ്ടായിരുന്നു. എങ്കിൽ മാതാവ് ഞങ്ങളെ വരുമ്പോൾ വളരെ ശക്തമായ സംരക്ഷണം നൽകി സംരക്ഷിച്ചു. അങ്ങനെ അതിന്റെ പല തെളിവുകളും പല അത്ഭുതങ്ങളും പലപ്പോഴും അത്ഭുതകരമായി തന്നെ ഞങ്ങളുടെ ആ ഭവനത്തെ മാതാവ് സംരക്ഷിച്ചു. അങ്ങനെ ആ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ജോലി പോയി റിട്ടയറായി. അവിടെ കമ്പൽസറി ആയിട്ട് റിട്ടയർമെന്റ് വന്നു. 60 വയസ്സായി കഴിഞ്ഞാൽ പറ്റും പാടില്ല. അത് കഴിഞ്ഞ് ഞാൻ 60 വയസ്സായി കഴിഞ്ഞിട്ടും 3-4 വർഷം കൂടെ അവിടെ തന്നെ തുടങ്ങി. 2007 ഞാൻ സൗദി അറേബ്യയിലെ ശുശ്രൂഷ അവസാനിപ്പിച്ച് തിരിച്ചു നാട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എന്റെ മൂത്ത മകൻ കാനഡയിൽ പോയി സെറ്റിലായി. എന്റെ രണ്ടാമത്തെ മകൻ നാട്ടിലാണ്. മൂത്ത മകന്റെ കല്യാണം കഴിഞ്ഞു, രണ്ടാമത്തെ മകന്റെ കല്യാണം കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ സൗദിയിലെ ജോലി കഴിഞ്ഞു. അവിടുത്തെ ശുശ്രൂഷ മറ്റൊരാളെ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരാൻ തീരുമാനിച്ചു. തിരിച്ചു വരുമ്പോൾ എനിക്കുണ്ടായ വലിയ സങ്കടം, പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷ വിടണമല്ലോ എന്നാണ്. 8-10 വർഷം പരിശുദ്ധ കുർബാനയുടെ കൂടെ ഇരുന്നിരുന്ന് എനിക്ക് പരിശുദ്ധ കുർബാനയുമായി വല്ലാത്ത സ്നേഹബന്ധം ഉണ്ടായിപ്പോയി. കുർബാനയെ വിട്ടുപിരിയുന്നതായിരുന്നു ഏറ്റവും വലിയ സങ്കടം. പരിശുദ്ധ കുർബാനയുമായി കൂടെ ഇരുന്ന് രാത്രി പകരം ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് കുർബാനയുടെ ചൊല്ലാൻ പാടില്ല, എന്നാൽ പലരും വരുമായിരുന്നു. അപ്പോൾ അവിടെ കൂടെ എനിക്ക് കുർബാനയുടെ ചൊല്ലാനും കുർബാനയുടെ സ്ത്രീകൾക്ക് കുർബാന സേവനം നടത്താനും മറ്റും ധാരാളം സൗകര്യങ്ങൾ അവിടെ രാത്രിയും പകരം. രാത്രി ഉറങ്ങുമ്പോൾ 2-3 മണിയാകും. അങ്ങനെ അവിടെ രാവിലെ ആരാധിക്കാനും ഈശോയെ മുന്നിലിരിക്കാനും വെറുതെ ഇരിക്കാനും എല്ലാവരും ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഈശോയുടെ കൂടെ ഇരുന്ന് ദൂരത്തെ നോക്കിയിരുന്ന് ആണ് ഞാൻ ഈശോയുമായി പരിശുദ്ധ കുർബാനയുമായി ഈ പ്രണയബന്ധത്തിൽ ആയിപ്പോയി. അതപ്പോൾ എനിക്ക് തിരിച്ചു പോരാൻ വലിയ വിഷമമായി. 2007 ആയപ്പോൾ തിരിച്ചു പോകേണ്ടി വന്നു. കാരണം നമ്മുടെ വിസയെല്ലാം തീർന്നു, പോയേ പറ്റൂ, ജോലിയില്ല അവിടെ നിൽക്കാൻ വയ്യ. അങ്ങനെ പോരേണ്ടി വന്നപ്പോൾ എന്റെ സങ്കടം ഇതാണ്, കുർബാനയെ വിടണമല്ലോ. നാട്ടിൽ വന്നാൽ ലൈനിസ്റ്റാകാൻ പറ്റില്ല. കാരണം നാട്ടിലെ അച്ഛന്മാരുണ്ട്, കുർബാന കൊടുക്കാനാണെന്നില്ല കന്യാസിമാരുണ്ട്. നമ്മുടെ ആത്മായൊക്കെ ചാൻസ് ഇല്ല. അപ്പൊ ഇവിടെ വന്നാൽ എന്തൊരു തരത്തിലും കുർബാന സ്വീകരിക്കാമെന്നല്ലാതെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു ചാൻസും ഇല്ല. ആ സങ്കടത്തോടെ ഞാൻ പോകുന്നു. അങ്ങനെ പോന്ന് ഞാൻ മറ്റൊരുക്കാലം എന്റെ ഭാഗത്തിരിക്കുമ്പോൾ എന്റെ മകന്റെ കല്യാണമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വികാരിച്ച് MS അച്ഛനാണ് ജോസച്ചൻ എന്നോട് പറഞ്ഞു, എന്നെ വിളിക്കുമ്പോൾ ജോസാറിനാണ്, ഞാൻ സാറായിരുന്നു. ജോസാറിന് ഇനി വേണമെങ്കിൽ ഭാര്യ മരിച്ചോ, പിന്നെ മക്കളുടെ കല്യാണമൊക്കെ ആയി വേണമെങ്കിൽ അച്ഛനാവാം.
അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അച്ഛനായുള്ള സാധ്യത ഉണ്ടെന്ന്. അല്ലാതെ കല്യാണം കഴിച്ച ഒരാൾക്ക്, എന്നെ പോലെ ഒരാൾക്ക് വിവാഹം കഴിച്ചു, 2 മക്കളുണ്ട്, കൊച്ചുമക്കളുമായി, അങ്ങനെ ഒരു വൃദ്ധനും വിവാഹത്തിനും ഒരാൾക്ക് എങ്ങനെ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അച്ഛനാണെന്ന കാര്യം ആലോചിക്കുകയോ ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ദേവീശ്വരാണെന്നുള്ളത് അത് കളയാനുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അച്ഛനാണെന്ന കാര്യം ഞാൻ സങ്കല്പിച്ചിട്ടേ ഇല്ല. അച്ഛൻ ഈ യോസച്ചൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്കൊരു സാധ്യത ഉണ്ടല്ലോ എന്നുള്ള കാര്യം തെളിഞ്ഞിട്ടുണ്ട്. അച്ഛൻ വേണം, യോസാവ് വേണമെങ്കിൽ അച്ഛനാകാം. ഉടനെ ഞാൻ ജാനകിയോട് പറഞ്ഞു, അച്ഛാ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്കലാപ്പായി. അങ്ങനെ പറഞ്ഞാൽ മൂത്തമകന്റെ വീട്ടിൽ ചെല്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതിന് കാനഡയിൽ ഒറ്റയ്ക്കാണ്. അതിന് പല തടസ്സങ്ങളും വന്നപ്പോൾ ഞാൻ 2 ദിവസം വിളിച്ച് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചില്ല, തീരുമാനിച്ചു പറയാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. അപ്പോൾ വീണ്ടും എന്നെ മുൻപോട്ട് തന്നെ തള്ളി. ഈശോയും മാതാവിനും ദേഹത്തെ തള്ളി എന്നെ സമ്മതിപ്പിച്ചു. അങ്ങനെ ഞാൻ സമ്മതിച്ചു. അച്ഛനോട് എന്ന് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, ഞാൻ സെമിനാരി ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. സെമിനാരി പോകാൻ അവർക്കെല്ലാവരും വലിയ കർശനം ബഹളമൊക്കെ ആയി. പിന്നെ ഞാൻ അവരെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ബാംഗ്ലൂരിൽ ഞങ്ങൾ പ്രവചാലസ്യം വന്നു, തിരുവനന്തപുരത്ത് വന്നു. ഞങ്ങൾ സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, അച്ഛനാകാൻ സാധ്യതയുണ്ട്, സെമിനാരി എടുക്കാം എന്ന് പറഞ്ഞു. എടുത്താല് സാറിന് എല്ലാ സെമിനാരിസിനെ പോലെ 12-13 വർഷമൊന്നും വേണ്ട, കുറച്ച് തരാം, 7 വർഷമെങ്കിലും പഠിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പഠിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ സെമിനാരി ചേർന്നു. 2009 സെമിനാരിക്ക് ചേർന്നു. 2009 അങ്ങനെ സെമിനാരി ചേർന്ന് 7 വർഷം പഠിച്ചു. 7 വർഷം പഠിച്ച് 2016 21ാമത്തെ വയസ്സിൽ അച്ഛനായ ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ നിന്നും വേറെ കൂട്ടായ്മ എന്നാലും സാധാരണ പോലെ എല്ലാവരുടെയും കൂടെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ നിന്നും ആദ്യമായി പൗരോഹിത്യം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് എനിക്ക് വേണ്ടി മാത്രം ദൈവം നൽകിയ അനുഗ്രഹമാണ്. അത് ശരിയാണ്. എനിക്ക് തന്നെ ദൈവം തന്ന അനുഗ്രഹം തന്നെ. എന്നാലും അതിലുപരിയായി എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മകളുടെ അവരുടെ തീക്ഷ്ണമായ ഭക്തിയുടെയും ആരാധനയും നമ്മുടെ ഭക്തിയുടെയും പ്രാർത്ഥനകളുടെയും പരിശ്രമങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഭീഷണികളുടെയും അപകടത്തിന്റെയും എല്ലാം മുമ്പിൽ നമ്മുടെ ധൈര്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കാണിച്ച ആ സന്മനസ്സിന്റെ ആ ധൈര്യത്തിന്റെ എല്ലാം കൂടി സമ്മാനമായി പൗരവിലെ എല്ലാ കൂട്ടായ്മകൾക്കും ചേർന്ന് ദൈവം നൽകിയ സമ്മാനമായി നമുക്കിത് സ്വീകരിക്കാം. എന്നെ കൂടാതെ അവിടെ ഉണ്ടായി ജക്കത്തറിയാരെന്ന് പറഞ്ഞ കൂട്ടായ്മ ഉണ്ടായിരുന്ന ഒരാള് UK പോയി അവിടെ ഡീക്കനായി ഇപ്പോൾ രണ്ട് ഒരു വൈദികരും ഒരു ഡീക്കനും നമ്മുടെ കൂട്ടായ്മയുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ ഞങ്ങളെ കൊടുത്തിരിക്കുന്ന കൂട്ടായ്മയുള്ള ഒരു സമാനമല്ല. നമ്മുടെ സൗദിയിലെ എല്ലാ കൂട്ടായ്മകൾക്കും ദേശീയത്തെ ഉൾപ്പെടെ എല്ലാ കൂട്ടായ്മകൾക്കും വേണ്ടി ദൈവം തന്ന അനുഗ്രഹമായി സ്വീകരിച്ച് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം. ഹല്ലേലൂയ.